ഈ KSRTC എന്ന് പറയുന്ന ഒരു വകുപ്പിനെ ഇന്ന് നമ്മൾ കാണുന്ന ഏകദേശം 1,93,00,000 രൂപ പ്രതിദിന വരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു മന്ത്രി കഷ്ടപ്പെട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേര് KB ഗണേഷ് കുമാർ എന്ന് തന്നെയാണ്. ഒരു മന്ത്രിക്ക് വേണ്ട വിഷൻ, അതായത് ഒരു വകുപ്പ് തന്നെ ഏൽപ്പിക്കുമ്പോൾ ആ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വകുപ്പിനെ, അതെന്തുമായിക്കോട്ടെ, അത് KSRTC ആവും, ധനകാര്യമാവും, ഏത് വകുപ്പുമാകാം, ആ വകുപ്പിനെ തന്നാലാവും വിധം വളർത്തി മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് ഒരു മന്ത്രി നല്ല മന്ത്രിയായി മാറുന്നത്, ശക്തനായ മന്ത്രിയായി മാറുന്നത്. അദ്ദേഹം പിന്നെ ഫ്രീ ടൈമുകളിൽ അദ്ദേഹം ചിലപ്പോൾ പെണ്ണ് പിടിക്കാൻ പോകുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം അവരുടെ പെൺസുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുമായിരിക്കും, കറങ്ങുമായിരിക്കും, ഒരുപക്ഷെ ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെ തറക്കല്ലിട്ടതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് മുങ്ങി, പിന്നെ എവിടാട്ടോ പോയെന്നറിയില്ല. ഇവിടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലിൻ്റെ, മഹാത്മാഗാന്ധിയുടെ പേര് വിട്ടിക്കൊണ്ട് ഇവിടെ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് മാറ്റി. അപ്പം പിന്നെ ഈ പേര് മാറ്റിയ സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി എവിടെ ആയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം പിന്നെ ജർമ്മനിയിലായിരുന്നു. ജർമ്മനി BMW ബൈക്ക് ഓടിച്ച് കളിക്കുകയായിരുന്നു അദ്ദേഹം.